ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 35-ാം വാക്യം. അവനെ കണ്ടപ്പോൾ ഈശോ ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? കാഴ്ച ലഭിച്ചവനെ കണ്ടപ്പോൾ ഈശോ അവനോട് ചോദിക്കുന്ന ചോദ്യം, അതേ, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? അവന് കാഴ്ച നൽകിയ ഈശോയാണ് ചോദിക്കുന്നത്. പക്ഷെ അവൻ അറിയത്തില്ല ആരാണ് ഈ മനുഷ്യപുത്രൻ, ആരാണ് ഈ ഈശോ. അത് ഞാനാണ് എന്ന് ഈശോ പറയുമ്പോൾ അവൻ ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ദേ നിന്നിൽ വിശ്വസിക്കുന്നു. ഈശോ ഓരോ അത്ഭുതവും ചെയ്യുന്നതിന് മുമ്പ് പലപ്പോഴും അവരോട് ചോദിക്കുന്നുണ്ടല്ലേ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുവോ? അവനിലുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോഴാ പലപ്പോഴും ഈശോ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഈശോ പലപ്പോഴും എന്നോടും ചോദിക്കുന്നത് ഇതേ ചോദ്യമാണ്, മോനെ, നീ എന്നെ വിശ്വസിക്കുന്നുവോ? വാക്കുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന്. പക്ഷേ ആത്മാർത്ഥമായിട്ട് ദൈവത്തില് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിച്ചാൽ മാത്രമാണ് എൻ്റെ ജീവിതത്തില് അത്ഭുതം കാണുവാനായിട്ടിടയാവുക. എൻ്റെ ജീവിതത്തില് എൻ്റെ കണ്ണ് തുറക്കപ്പെടുവാനായിട്ട് എനിക്കിടയാവണം. ആത്മീയ അന്ധത മാറുവാനായിട്ടിടയാവണം. എൻ്റെ ദൈവത്തില് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവൻ എന്നെ സംരക്ഷിക്കും, അവൻ എൻ്റെ ജീവിതത്തില് അത്ഭുതങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. അന്ധനായിരുന്ന ആ യാചകന് ജീവിതത്തില് ഈ ഒരു തിരിച്ചറിവ് ലഭിച്ചു, അല്ലെ? അവന് കാഴ്ച ലഭിച്ചപ്പോൾ ആ കാഴ്ച നൽകിയ ദൈവത്തില് അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട്, ആ വിശ്വാസം ഏറ്റുപറയാനായിട്ട് അവൻ തയ്യാറാവുന്നുണ്ട്. അവൻ വിശ്വാസം ഏറ്റുപറയുമ്പോഴും മറ്റുള്ളവരെന്താ ചെയ്തത്? അവനെ പുറം തള്ളുകയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ തിരസ്കരണം ലഭിക്കും. ദൈവത്തിന് വേണ്ടി വിശ്വാസം ഏറ്റുപറയുമ്പോൾ, അവന് വേണ്ടി നിലകൊള്ളുമ്പോൾ മാറ്റി നിർത്തപ്പെടുന്ന, തള്ളിപ്പറയപ്പെടുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. അവിടെയൊക്കെ ദൈവത്തില് അടിയുറച്ച് വിശ്വസിക്കാൻ പറ്റണം. ഈ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ ദൈവം നിന്നെ സംരക്ഷിക്കും. ആ ദൈവം നിന്റെ ജീവിതത്തില് നിനക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രദാനം ചെയ്യും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് തമ്പുരാനില് അടിയുറച്ച് വിശ്വസിക്കാം. ആ വിശ്വാസത്തില് നിലനിൽക്കുവാനായിട്ട്, ആ ദൈവത്തിന്റെ സംരക്ഷണത്തില് നമ്മളെ തന്നെ സമർപ്പിച്ച് ഈ ഭൂമിയില് എപ്പോഴും സമാധാനത്തില് സന്തോഷത്തില് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.